എന്തിലും ഏതിലും മതത്തിനും രാഷ്ട്രീയത്തിനും രണ്ട് വഴികളുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിന്. ഇപ്പോൾ മതകാര്യങ്ങളിൽ രാഷ്ട്രീയം അമിതമായി ഇടപെടുന്നുണ്ട്. ശിവഗിരി അതിനൊക്കെ അപ്പുറം നിന്ന് ആധുനികതയിലൂന്നിയ ഗുരുവിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നുമുണ്ട്. നമുക്ക് ശുഭകാനന്ദ സ്വാമികൾ അതിഥിയായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ചില വിശേഷങ്ങളെക്കുറിച്ച് ചോദിക്കാം. സ്വാമി, പ്രത്യേകിച്ച് അയ്യപ്പ സംഗമം, അയ്യപ്പൻ എപ്പോഴും വിവാദ പുരുഷനായി മാറ്റുന്ന രാഷ്ട്രീയക്കാരുണ്ട് കേരളത്തിൽ. ശിവഗിരിയുടെ അഭിപ്രായം എന്താണ്? അയ്യപ്പനെ മാത്രമല്ല, വാക്കിനെ പോലും വിവാദങ്ങളിലേക്ക് വഴിച്ചിലയ്ക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ധർമ്മം, സദാചാരം പോലുള്ള വാക്കുകൾ പോലും വിവാദത്തിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിശ്വാസ സമൂഹമുണ്ട്. ആ വിശ്വാസ സമൂഹം അവർ ലക്ഷ്യമിടുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കൊണ്ടുപോകുവാനുള്ള ദൗത്യം ഇന്ന് ദേവസ്വം ബോർഡിനും നമ്മെ നയിക്കുന്ന, നമ്മെ ഭരിക്കുന്ന സർക്കാരുകൾക്കുമുണ്ട്. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ശിവഗിരി മഠം ആഗ്രഹിക്കുന്നത്. കൂടുതൽ വിവാദങ്ങളിലേക്ക്, വിദ്വേഷങ്ങളിലേക്കോ പോകാതെ ആരോഗ്യപരമായ പ്രവർത്തനങ്ങളും ആരോഗ്യപരമായ ചർച്ചകളും ചിന്തകളുമാണ് സമൂഹത്തിന് അനിവാര്യം. കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടന വേളയിൽ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ പുരോഗമനപരമായ ആശയങ്ങൾ, പ്രത്യേകിച്ച് സനാതനധർമ്മം സംബന്ധിച്ച ആശയം, അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. ഗുരുദേവൻ്റെ 171ാമത് ജയന്തി വരുന്നു. ഈ 171 വർഷമായി അദ്ദേഹത്തിൻ്റെ സന്ദേശം നമ്മുടെ സമൂഹം ഏറ്റെടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ ഒരുപാട് വ്യതിചലിക്കുന്നില്ലേ ആ സന്ദേശത്തിൽ നിന്നും പല രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ സമൂഹവും? ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച്, ഗുരുവിൻ്റെ ജീവിതത്തെയും ദർശനത്തെയും സംബന്ധിച്ചൊക്കെ നാം പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ മറ്റ് ആചാര്യന്മാരും വ്യത്യസ്തമായ ചില മാനവും രൂപവുമാണ് ഗുരു സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ സാധാരണ ആധ്യാത്മിക ആചാര്യന്മാർ ആത്മീയ ഔന്നത്യം നുകർന്നുകൊണ്ട് ധ്യാനത്തിൻ്റെയും മൗനത്തിൻ്റെയും പാതയിലേക്ക് സഞ്ചരിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ധ്യാനത്തിൻ്റെയും മൗനത്തിൻ്റെയും ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കാലത്തോടൊപ്പവും ലോകത്തോടൊപ്പവും സമൂഹത്തോടൊപ്പവും ജീവിക്കുവാനാണ് ശ്രമിച്ചത്. കാലഘട്ടത്തിൽ ഉരുത്തിരിയുന്ന നൂതനത ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ രൂപവും ഭാവവും നൽകുവാൻ ഗുരു ശ്രമിച്ചു. അതിൽ നിന്നാണ് ഗുരുവിൻ്റെ ജാതി സങ്കല്പവും മതസങ്കല്പവും ദൈവസങ്കല്പവും വിദ്യാഭ്യാസ സങ്കല്പം തുടങ്ങി ജീവിതഗന്ധികളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും ശരിയായ മാർഗദർശനം നൽകുവാൻ ശ്രീനാരായണ ഗുരുദേവന് കഴിഞ്ഞത്. അതുകൊണ്ട് കാലത്തോടൊപ്പവും ലോകത്തോടൊപ്പവും ജീവിച്ച ഗുരുവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഗുരുവിൻ്റെ സന്യസ്ത സമൂഹവും വിശ്വാസ സമൂഹവും കാലഘട്ടത്തിൽ ഉരുത്തിരിയുന്ന അശാസ്ത്രീയമായ ധാരണകളെ തിരുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വിശ്വാസങ്ങളിലെ അന്ധതകളെയും ആചാരങ്ങളിലെ വികലതകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ അശാസ്ത്രീയത വിശ്വാസ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിശ്വാസ സമൂഹത്തെയും ശാസ്ത്രീയമായ രീതിയിലേക്ക് നയിക്കപ്പെടുവാനുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളുമാണ് ശിവഗിരി മഠവും മുന്നോട്ട് വയ്ക്കുന്നത്. വത്തിക്കാൻ, ഇംഗ്ലണ്ട്, അറബ് രാജ്യങ്ങൾ, അങ്ങനെ ഗുരുദേവനെ പ്രകീർത്തിക്കാത്ത നാടും നഗരവും ഇന്ന് ഭൂമുഖത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ മലയാളി സമൂഹം പലപ്പോഴും ഗുരുദേവൻ്റെ സങ്കല്പങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ വെറും ജഡിലമായ ചിന്തകളും അന്ധവിശ്വാസവും അനാചാരങ്ങളും പുകഴ്പെറ്റ നാടാണ് ആ തരത്തിൽ പ്രചരിപ്പിച്ച്, ഉദാഹരണത്തിന് അയ്യപ്പ സംഗമം പോലും വിവാദമാകുന്നത് അങ്ങനെയൊക്കെയാണ്. അതിൽ ശിവഗിരിക്ക് എന്തെങ്കിലും ഒരു സങ്കടമുണ്ടോ? ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനാണ് ശിവഗിരി മഠം ആഗ്രഹിക്കുന്നത്. സമൂഹത്തിൽ ഇത്തരത്തിൽ അസ്വസ്ഥപൂർണമായ അശാന്തിപൂർണമായ സാഹചര്യങ്ങൾ ഉയരുമ്പോൾ ഒരു തിരുത്തൽ ശക്തിയായി ശിവഗിരി മഠം എപ്പോഴും മുന്നോട്ട് വരാറുണ്ട്. ആ തിരുത്തൽ ശക്തിയുടെ ആത്മീയ ശക്തി എന്ന് പറയുന്ന ചൈതന്യം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ ദർശനമാണ്. ആ ദർശനത്തിന് മാത്രമേ വർത്തമാന സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് ഒരു പ്രത്യൗഷധമായി നിലകൊള്ളുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ ഗുരുവിൻ്റെ മഹത്വപൂർണമായ മാനവിക ദർശനത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനാണ് ശ്രമിക്കുന്നത്. അത് കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ആഗോളതലത്തിൽ അശാന്തിയുടെയും അസഹിഷ്ണുതയുടെയും പാത ഉയർന്നു വരുമ്പോൾ അതിനൊരു തിരുത്തൽ ശക്തിയായി ശ്രീനാരായണ ധർമ്മ പ്രചാരണത്തിൻ്റെ ഭാഗമായി ശിവഗിരി മഠം ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്
വത്തിക്കാനിലും ലണ്ടനിലും അടുത്ത ഉടനെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൽ തന്നെ ഗുരുദർശനത്തെ സംബന്ധിച്ചുള്ള വേദി ഒരുക്കിക്കൊണ്ട് അതിൻ്റെ ചർച്ചകൾക്കും ചിന്തകൾക്കും ആയി ശിവഗിരി മഠം തയ്യാറെടുക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ പോലും അശാന്തിയുടെ പുക ഉയരുമ്പോൾ ശാന്തിയുടെ സന്ദേശവുമായി ഗുരുദേവ ചൈതന്യവുമായി ശിവഗിരി മഠം എന്നുമുണ്ടാകും. അതുതന്നെയാണ് സ്വാമി ശുഭകാനന്ദ നൽകുന്ന സന്ദേശം. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം BS ജോയ്, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.